റസ്മിന്റെ ഫാമിലി മൊത്തം വോട്ട് കൊടുക്കുന്നത് ജിൻഡോയ്ക്കാണെന്ന് തോന്നുന്നു കേട്ടോ. സ്വന്തം കുടുംബത്തിൽ നിന്നുമുള്ള വോട്ട് പോലും പാവം റസ്മിന് കിട്ടുന്നില്ല എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ശ്രീതു അക്കാവിടെ പെരിയ ഫാൻ ബോയ് ആണ് എന്റെ ബ്രദർ എന്ന് വലിയ കാര്യത്തിൽ റസ്മിൻ പറയുന്നു പീപ്പിൾസ് റൂമിൽ ഇരുന്നിട്ട്. ഉടനെ റസാക്ക് പറയുന്നു, ഏയ് അല്ലല്ല, ഞാൻ ജിൻഡോ ഫാനാണ്. എടുത്ത വായിക്ക് പുള്ളി പറയുകയാണ്. റസ്മിനപ്പൊ ജിൻഡോയുടെ കുറെ കുറ്റങ്ങൾ വാദോരാതെ പറയുന്നു, കരഞ്ഞു തീർക്കുന്നതാണ്. അപ്പൊ റസ്മിന്റെ ഉമ്മ പറയുന്നു, അതൊക്കെ ഗെയിമാണ്, ഗെയിമിന്റെ ഭാഗമായിട്ട് എടുക്കാവുള്ളൂ എന്ന്. റസ്മിൻ ആകെ ഇല്ലാതായിരിക്കുന്ന കാഴ്ചയായിരുന്നു ലൈവിനകത്ത്. ജിൻഡോയുടെ കൂടെ നിൽക്കാൻ അവസരങ്ങൾ കിട്ടിയിട്ടും അയാളെ ചവിട്ടാൻ മാത്രമേ റസ്മിൻ ശ്രമിച്ചിട്ടുള്ളൂ. ഗ്രഡ്ജ് വെച്ച് പെരുമാറാൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതൊക്കെ എങ്ങനെയാണ് ഔട്ട് പോകുന്നതെന്ന് അന്ന് റസ്മിൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ജാസ്മിനേക്കാൾ ഒരുപടി മുകളിൽ വെറുപ്പിച്ചിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് റസ്മിൻ എന്നെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ടാണ് സ്വന്തം ഉമ്മയും അനിയനും പോലും റസ്മിന് വോട്ട് കൊടുക്കാത്തത്. ഔട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് റസ്മിൻ ചിന്തിച്ചിട്ടില്ല. ശ്രീതു പുറത്ത് വലിയ സംഭവമാണെന്നാണ് റസ്മിൻ ഓർത്തുകൊണ്ടിരിക്കുന്നത്. ഒരേ ടീമിൽ നിന്നപ്പോ ജിൻഡോയുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു എന്ന് റസ്മിൻ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, കുറ്റബോധം തോന്നുന്നുണ്ടാവും. മുല്ലപ്പൂ ഘടകമാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. എന്തായാലും റസ്മിനെ പോലെ അല്ല പുള്ളിക്കാരുടെ ഉമ്മയും അനിയനും. അവര് പൊള്ളിയാണ്, കിഡുവാണ്. ഞാൻ ഇത് ഓപ്പൺ ആയിട്ട് പറയാണ്. പ്രത്യേകിച്ച് റസ്മിന്റെ അനിയൻ ഗെയിമിനെ ഗെയിമായിട്ട് കാണുന്നവരാണ്. എതിരാളികളാണെന്ന് പറഞ്ഞാൽ ജാഫ്രിക്കെ പോലെ ജാടയിട്ട് നിൽക്കുന്നില്ല ജിൻഡോയുടെ അടുത്ത്. അതാണ് അവരുടെ ക്വാളിറ്റി. ഒട്ടും ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നില്ല, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഇപ്പൊ ലൈവിനകത്ത് ഞാൻ കണ്ട കാര്യങ്ങൾ. പൊളിച്ചടിക്കുക. എന്തായാലും പോയി ലൈവ് കണ്ടേ. ബൈ.